ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. പവർ വിഷൻ്റെ ഏറ്റവും ബഹുമാന്യരായ പ്രേക്ഷകരെ, ഇന്നത്തെ ദിവസം ഒരു പ്രത്യേകതയുള്ള ദിവസമല്ലേ? നമ്മുടെ എല്ലാം കലണ്ടറുകളിൽ മലയാളത്തിൽ ദുഃഖവെള്ളി എന്നും ഇംഗ്ലീഷിൽ ഗുഡ് ഫ്രൈഡേ എന്നും എഴുതിയിരിക്കും. ഏതാ ശരി? രണ്ടും ശരിയാണ്. എങ്ങനെ രണ്ടും ശരിയാവുന്ന? ദുഃഖം ഗുഡാവുമോ? അത് നമ്മുടെ ഒരു കൾച്ചറിൻ്റെ പ്രശ്നമാണ്. നമുക്ക് എവിടെയും ഒരു നെഗറ്റീവായ ചിന്തയാണ് ഇഷ്ടം. ഏത് ചാനലിനാണ് സബ്സ്ക്രിപ്ഷൻ കൂടുതലെന്ന് ചോദിച്ചാൽ നെഗറ്റീവ് വാർത്തകൾക്ക് പ്രൊമോഷൻ കൊടുക്കുന്ന ചാനലുകൾക്കാണ്. അതിൽ കൂടുതൽ അത് വിവരിക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ തട്ടിക്കൊണ്ടുപോവുക, വെട്ടിക്കൊല്ലുക, രക്തം ചൊരിയുക, പീഡിപ്പിക്കുക, ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങളാണ് പെട്ടെന്ന് ശ്രദ്ധിക്കപ്പെടും. അതേസമയം ഒരുത്തൻ നന്നാകാൻ വേണ്ടിയുള്ള നല്ല കാര്യങ്ങളെക്കുറിച്ച് പറയുമ്പോൾ അത്രയൊന്നും ശ്രദ്ധിക്കുകയില്ല. അത് മനുഷ്യനിലുള്ള ഒരു പ്രശ്നം തന്നെയാണത്. ഇനി ദുഃഖവും നല്ലതും അല്ലേ? ഗുഡ് ഫ്രൈഡേ എന്ന വാക്കും ദുഃഖ വെള്ളിയാഴ്ച എന്ന വാക്കും ഒരു കാര്യം ഉറപ്പാണ്: ഈ വെള്ളിയാഴ്ച ദുഃഖിക്കാനുള്ളതല്ല. എന്നാൽ എല്ലായ്പ്പോഴും നാം ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്: കർത്താവ് നമുക്ക് വേണ്ടി മരിച്ചു. അവൻ നമുക്കായി ജീവൻ നൽകി ഒരുക്കിയല്ലോ വലിയ രക്ഷ. ദൃഷ്ടികളാൽ കാണുന്നു ഞാൻ സ്വർഗ്ഗകനാൻ ദേശമത്. കർത്താവ് നമുക്ക് വേണ്ടി ജീവൻ തന്നതിനാൽ നമുക്ക് സ്വർഗീയ പ്രവേശനം സാധ്യമായി. സ്തോത്രം, 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 സ്തോത്രം. അപ്പോൾ കർത്താവ് ശരിക്കും വേദനിച്ചു എന്നുള്ളത് സത്യമാണ്. എന്നാൽ ഇംഗ്ലീഷ് ഭാഷയിൽ അത് ഗുഡ് ഫ്രൈഡേ ആയത് എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ, ആ ദിവസമാണ് നമ്മുടെ ശാപം മാറിയത്. അഥവാ ആ സംഭവം നമുക്ക് നല്ലതായിട്ടാണ് ഭവിച്ചത്, അല്ലേ? ക്രിസ്തുവിൻ്റെ മരണമല്ലേ ക്രിസ്ത്യാനിറ്റിയുടെ മഹത്വം? അതിലൂടെയല്ലേ രക്ഷ സാധ്യമായത്? അതിലൂടെയല്ലേ പാപ പരിഹാരം ഉണ്ടായത്? അപ്പോൾ അതിനകത്ത് ദുഃഖമുണ്ട്, അപ്പോൾ തന്നെ അത് നല്ലതുമാണ്. അപ്പം നമ്മൾ ഇപ്പം എന്താ ചെയ്യേണ്ടത്? അത് പറയുമ്പോൾ പിണങ്ങരുത്, പറയാം. നമ്മൾ ഈ വെള്ളിയാഴ്ചയും ഒരു തടി തോളിൽ വെച്ച് ചുമന്ന് ഏതെങ്കിലും കുന്നിൻ്റെ മുകളിലേക്ക് പോകാൻ ആരാ പറഞ്ഞേ? ശരിക്കും അങ്ങനെയാണോ കർത്താവ് പറഞ്ഞത്? നിങ്ങൾ ഭൂലോകത്തിലൊക്കെയും പോയി ജാതി മതമൊന്നും നോക്കണ്ട, സകല സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിപ്പീൻ. സുവിശേഷം എന്താണെന്നറിയാമോ? ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ യേശുവിനെ ഓർത്തുകൊള്ളുക. അതാണ് സുവിശേഷം. കർത്താവ് നിങ്ങൾക്ക് വേണ്ടി മരിച്ചു. കർത്താവ് നിങ്ങളുടെ പാപങ്ങൾക്ക് പരിഹാരം വരുത്തിയിരിക്കുന്നു. കർത്താവ് മരണത്തെ ജയിച്ചു, ഉയർത്തെഴുന്നേറ്റു. അവനിൽ വിശ്വസിക്കുന്നവർക്ക് വേണ്ടി അവൻ പക്ഷപാതം ചെയ്യുന്നു. ഈ ഭൂമിയിൽ അവൻ്റെ സാക്ഷിയായി ജീവിക്കുവാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടി അവൻ പരിശുദ്ധാത്മാവിനെ അയച്ചിരിക്കുന്നു. ഇനി എത്രയും വേഗം
തന്നെ കാത്തു നിൽക്കുന്ന വിശുദ്ധന്മാരെ ചേർക്കുവാൻ യേശു വേഗത്തിൽ മടങ്ങി വരുന്നു. ഈ സുവിശേഷം താങ്കൾ എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? അതിനോട് ബന്ധപ്പെട്ട് ദൈവവചനം പറയുക. അങ്ങനെ അനുദിനം സുവിശേഷവും അതിലൂടെ ലഭിക്കുന്ന ഫലങ്ങളും ആത്മീയ വളർച്ചയും ക്രിസ്തീയ സ്നേഹവും ക്രിസ്തീയ കരുണയും ചാരിറ്റിയും എല്ലാം പ്രസംഗിക്കപ്പെടുകയും പ്രവർത്തിക്കുകയും ചെയ്യുകയാണ്. എത്രയോ വലിയ വയലാണുള്ളത്. പൈശാചികമായി ബന്ധിക്കപ്പെട്ട് കിടക്കുന്ന മനുഷ്യരെ കണ്ടാൽ നമുക്ക് എത്രയോ ദുഃഖമാണ്. സുവിശേഷം എത്ര വലിയ വെളിച്ചമാ മനുഷ്യ ഹൃദയത്തിൽ കൊടുക്കുന്നത്. സുവിശേഷം പറയാത്തത് കൊണ്ടല്ലേ ആളുകൾ നശിച്ചു പോകുന്നത്. ഇത് പറയുമ്പോഴും എന്തുമാത്രം കുട്ടികളാണ് മയക്കുമരുന്നിനാൽ അടിമപ്പെട്ട് നശിക്കുന്നത്. കുടുംബകലഹങ്ങൾ, ആത്മഹത്യകൾ, കൊലപാതകങ്ങൾ, ഇതിനെല്ലാം പരിഹാരം സുവിശേഷമാണ്. വേറൊന്നും പരിഹാരമല്ല. എല്ലാവരും ഒന്നും ഇത് അംഗീകരിക്കുകയില്ല, എന്നാൽ ഇതാണ് സത്യം. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ഈ വെള്ളിയാഴ്ച ദുഃഖിച്ചുകൊണ്ടിരിക്കാതെ 10 പേരോട് കർത്താവിൻ്റെ സ്നേഹത്തെക്കുറിച്ച് പറയാം. കർത്താവ് നമുക്ക് വേണ്ടി മരിച്ചു. പക്ഷെ അവൻ ഇപ്പോൾ കുരിശിലല്ല, അവൻ ഇപ്പോൾ കല്ലറയിലല്ല, അവൻ ഉയർത്തെഴുന്നേറ്റ് നിങ്ങൾക്കറിയാമല്ലോ. അതുകൊണ്ട് ദുഃഖമല്ല, സന്തോഷമാണ് നമുക്കുള്ളതെന്ന് ഓർക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കും.